ഞാൻ ഫാത്തിമ ഷെഫിൻ, GHSS ചെറുവാടി സ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. എല്ലാവർക്കും എൻ്റെ സെമിനാറിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ സമൂഹത്തിന്റെ വളർച്ചയ്ക്കും വികാസത്തിനും അത്യന്താപേക്ഷിതമാണെന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം, ക്വാളിറ്റി എഡ്യൂക്കേഷൻ. ഇതാണ് എൻ്റെ വിഷയം. വിദ്യാഭ്യാസമാണ് നമ്മുടെ ഭാവി കെട്ടിപ്പടുക്കുന്നതിനുള്ള അടിത്തറ. നമ്മുടെ കുട്ടികളുടെ കഴിവുകൾ തുറക്കുന്നതിനും ഉൽപാദനക്ഷമതയുള്ള പൗരന്മാരാകാൻ അവരെ പ്രാപ്തരാക്കുന്നതിനുമുള്ള താക്കോലാണിത്. എന്നിരുന്നാലും വിദ്യാഭ്യാസത്തിന്റെ ഗുണനിലവാരം സ്കൂളുകൾക്കും അധ്യാപകർക്കും പ്രവേശനം നൽകുന്നതിൽ മാത്രമല്ല, നമ്മുടെ കുട്ടികൾക്ക് ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും വിജയത്തിന് തയ്യാറെടുക്കുന്ന ഒരു നല്ല വിദ്യാഭ്യാസം ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുക എന്നതാണ്. നമ്മുടെ കുട്ടികൾക്ക് വിജയിക്കാൻ ആവശ്യമായ വൈദഗ്ധ്യവും അറിവും നൽകലാണ് ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം. ജീവിതത്തിലുടനീളം അവരോടൊപ്പം നിലകൊള്ളുന്ന പഠന സ്നേഹം അവരിൽ വളർത്തിയെടുക്കുക എന്നതാണ്. വിമർശനാത്മകത ചിന്ത, പ്രശ്നപരിഹാരം, ആശയവിനിമയ കഴിവുകൾ എന്നിവ വികസിപ്പിക്കാൻ അവരെ സഹായിക്കുക എന്നതാണ്. പൊരുത്തപ്പെടുത്തൽ, സർഗാത്മകത, പുതുമ എന്നിവ ആവശ്യപ്പെടുന്ന എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ലോകത്തിനായി അവരെ തയ്യാറാക്കുകയാണ്. എന്നാൽ ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം അക്കാദമിക നേട്ടങ്ങൾ മാത്രമല്ല, ടീം വർക്ക്, നേതൃത്വം, സാമൂഹിക ഉത്തരവാദിത്വം തുടങ്ങിയ സുപ്രധാന ജീവിത നൈപുണ്യങ്ങൾ വളർത്തിയെടുക്കാൻ നമ്മുടെ കുട്ടികളെ സഹായിക്കുക കൂടിയാണ് ഇത്. ബഹുമാനം, സഹാനുഭൂതി, അനുകമ്പ തുടങ്ങിയ മൂല്യങ്ങൾ അവരിൽ സന്നിവേശിപ്പിക്കുക എന്നതാണ്. അവരുടെ താല്പര്യങ്ങളും അഭിനിവേശങ്ങളും പര്യവേക്ഷണം ചെയ്യാനുള്ള അവസരങ്ങൾ അവർക്ക് നൽകുക എന്നതാണ്. എല്ലാ കുട്ടികൾക്കും അവരുടെ പശ്ചാത്തലമോ സാമൂഹിക സാമ്പത്തിക നിലയോ പരിഗണിക്കാതെ ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം നൽകുന്നതിനാണ് നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് എന്നുറപ്പാക്കേണ്ടതുണ്ട്. നമ്മുടെ അധ്യാപകരെ നിക്ഷേപിക്കുകയും അവർക്ക് ഉയർന്ന നിലവാരമുള്ള വിദ്യാഭ്യാസം നൽകുന്നതിന് ആവശ്യമായ പരിശീലനവും വിഭവങ്ങളും നൽകുകയും വേണം. സുരക്ഷിതവും ഉൾക്കൊള്ളുന്നതും പിന്തുണ നൽകുന്നതുമായ പഠന പരിസ്ഥിതികൾ ഞങ്ങൾ സൃഷ്ടിക്കേണ്ടതുണ്ട്. നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ നവീകരണവും സർഗാത്മകതയും പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ട്. ഉപസംഹാരമായി, ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസമാണ് നമ്മുടെ കുട്ടികളുടെ കഴിവുകൾ തുറക്കുന്നതിനും ഉൽപാദനക്ഷമമായ പൗരന്മാരാകാൻ അവരെ പ്രാപ്തരാക്കുന്നതിനുമുള്ള താക്കോൽ. നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം എല്ലാ കുട്ടികൾക്കും ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം നൽകുകയും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും വിജയത്തിനായി അവരെ സജ്ജമാക്കുകയും ചെയ്യുന്നുവെന്ന് ഉറപ്പാക്കാൻ നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം. ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം എന്തെന്നാൽ നമ്മുടെ സമൂഹത്തിന്റെ വളർച്ചയ്ക്കും വികാസത്തിനും അത്യന്താപേക്ഷിതമാണ്. നമ്മുടെ കുട്ടികളുടെ ഭാവിയുടെ അടിത്തറ കടലാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നാൽ ഗുണമേന്മയുള്ള വിദ്യാഭ്യാസവും അക്ഷരാഭ്യാസവും അധ്യാപകരും മാത്രമല്ല, നമ്മുടെ കുട്ടികൾക്ക് ഒരു മുഴുവൻ വിദ്യാഭ്യാസം നൽകുക എന്നതാണ്. മറ്റ് രാജ്യങ്ങളിലെ വിദ്യാഭ്യാസത്തിന്റെ ചില ഗുണങ്ങളിതാ. നന്നായി വികസിപ്പിച്ച പൊതുവിദ്യാഭ്യാസ സമ്പ്രദായം. യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, യുണൈറ്റഡ് കിങ്ഡം, ജർമ്മനി, കാനഡ, ഫ്രാൻസ്, സ്വിറ്റ്സർലാൻഡ്, ജപ്പാൻ, ഓസ്ട്രേലിയ, സ്വീഡൻ, നെതർലാൻഡ് തുടങ്ങിയ രാജ്യങ്ങളിൽ നന്നായി വികസിപ്പിച്ച പൊതുവിദ്യാഭ്യാസ സമ്പ്രദായമുണ്ട്. മികച്ച നിലവാരമുള്ള വിദ്യാഭ്യാസം. ഈ രാജ്യങ്ങൾ ഉയർന്ന നിലവാരമുള്ള വിദ്യാഭ്യാസവും നൽകുന്നു. ഇത് അവരുടെ ഉയർന്ന വിദ്യാഭ്യാസ റാങ്കിങ്ങിലെ പ്രധാന ഘടകങ്ങളിലൊന്നാണ്. ഗണിതത്തിന്റെയും ശാസ്ത്രത്തിന്റെയും സ്കോറുകൾ. യുണൈറ്റഡ് സ്റ്റേറ്റ്സിന് മികച്ച വിദ്യാഭ്യാസ സമ്പ്രദായം ഉണ്ടെങ്കിലും മറ്റു പല രാജ്യങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇതിന് ഗണിത ശാസ്ത്ര സ്കോറുകൾ കുറവാണ്. വിദ്യാഭ്യാസത്തിനായുള്ള സർക്കാർ ചെലവ്. കഴിഞ്ഞ 3 പതിറ്റാണ്ടുകളായി യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ വിദ്യാഭ്യാസ റാങ്കിംഗ് അന്താരാഷ്ട്ര നിലവാരത്തിൽ ഇടിഞ്ഞു പണപ്പെരുപ്പം പിടിച്ചുയർത്തുന്നതിൽ പരാജയപ്പെടുന്ന വിദ്യാഭ്യാസത്തിന്റെ സർക്കാർ ചെലവുകളാണ് ഇതിന് കാരണം. മുതിർന്നവരുടെ സാക്ഷരതാ നിരക്ക്. ചാഡ്, മാലി, ബുർക്കിന
ഫാസോ, സൗത്ത് സുഡാൻ, അഫ്ഗാനിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങൾ ലോകത്തിലെ ഏറ്റവും കുറഞ്ഞ പ്രായപൂർത്തിയായ സാക്ഷരതാ നിരക്കാണ്. വിദ്യാഭ്യാസം പൂർത്തിയായി. വിദ്യാഭ്യാസ റാങ്കിങ്ങുകൾ ഒരു രാജ്യത്തെ ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ പൂർത്തിയാക്കിയ വിദ്യാഭ്യാസ നിലവാരവും കണക്കിലെടുക്കുന്നു. നിലവിലെ വിദ്യാർത്ഥികളുടെ കഴിവുകൾ. ചില പഠനങ്ങൾ നിലവിലെ വിദ്യാർത്ഥികളെയും വ്യത്യസ്ത വിഷയങ്ങളിലെ അവരുടെ കഴിവുകളെയും നോക്കുന്നു. ഇത് ഒരു രാജ്യത്തെ വിദ്യാഭ്യാസത്തിന്റെ ഗുണനിലവാരത്തെക്കുറിച്ച് ഒരു ആശയം നൽകും. മനുഷ്യാവകാശങ്ങൾക്കായുള്ള ആഗോള പൗരന്മാർ. ഈ സംഘടനയുടെ വാർഷിക പഠന വിവിധ രാജ്യങ്ങളിലെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിന്റെ സമഗ്രമായ ചിത്രം നൽകുന്നതിന് ബാല്യകാല എൻറോൾമെന്റ് നിരക്ക് മുതൽ മുതിർന്നവരുടെ സാക്ഷരത വരെയുള്ള 10 തലത്തിലുള്ള വിദ്യാഭ്യാസത്തെ അളക്കുന്നു. ഇന്ത്യയും മറ്റ് രാജ്യങ്ങളും തമ്മിലുള്ള വിദ്യാഭ്യാസ നിലവാരത്തിലുള്ള വ്യത്യാസങ്ങൾ. വിദ്യാഭ്യാസ മേഖലയിൽ ഇന്ത്യ ഗണ്യമായ പുരോഗതി കൈവരിച്ചിട്ടുണ്ടെങ്കിലും മറ്റ് രാജ്യങ്ങളിൽ വാഗ്ദാനം ചെയ്യുന്ന വിദ്യാഭ്യാസ നിലവാരവുമായി പൊരുത്തപ്പെടാൻ ഇനിയും ചില മേഖലകൾ മെച്ചപ്പെടുത്തേണ്ടതുണ്ട്. പ്രധാന വ്യത്യാസങ്ങളിൽ ചിലത് ഉൾപ്പെടുന്നു. ഉന്നത വിദ്യാഭ്യാസവും ഗവേഷണവും. ഇന്ത്യക്ക് പരിമിതമായ ഗവേഷണ ഫണ്ടിങ്ങും കാലഹരണപ്പെട്ട അടിസ്ഥാന സൗകര്യങ്ങളുമുണ്ട്. അതേസമയം US-ൽ മികച്ച റാങ്കുള്ള സർവകലാശാലകളും ഗവേഷണ സ്ഥാപനങ്ങളുമുണ്ട്. അധ്യാപക പരിശീലനവും പിന്തുണയും. അധ്യാപക പരിശീലന പരിപാടികളിൽ ഇന്ത്യ നിക്ഷേപിക്കുകയും പ്രതിഭകളെ പ്രൊഫഷനിലേക്ക് ആകർഷിക്കാൻ പ്രോത്സാഹനങ്ങൾ നൽകുകയും വേണം. അധ്യാപക ക്ഷാമം. പല രാജ്യങ്ങളിലും യോഗ്യതയുള്ള അധ്യാപകരുടെ ക്ഷാമമുണ്ട്. ഇത് വിദ്യാഭ്യാസത്തിന്റെ ഗുണനിലവാരത്തെ ബാധിക്കുന്നു. അപര്യാപ്തമായ അടിസ്ഥാന സൗകര്യങ്ങൾ. പല സ്കൂളുകളിലും ക്ലാസ് റൂമുകൾ, ലൈബ്രറികൾ, ലബോറട്ടറികൾ തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ലാതിരിക്കുകയോ അപര്യാപ്തമായിരിക്കുകയോ ചെയ്യുന്നു. സാങ്കേതിക വിദ്യ ഫലപ്രദമായി ഉപയോഗിക്കുക. വിദ്യാഭ്യാസം മെച്ചപ്പെടുത്തുന്നതിന് പ്രത്യേകിച്ച് ഗ്രാമപ്രദേശങ്ങളിൽ ഡിജിറ്റൽ വിഭജനം പരിഹരിക്കുന്നതിന് സാങ്കേതിക വിദ്യ ഫലപ്രദമായി ഉപയോഗിക്കുക. പാഠ്യപദ്ധതി അവലോകനം ചെയ്യുക, പരിഷ്കരിക്കുക. വിമർശനാത്മക ചിന്ത, പ്രശ്നപരിഹാരം, സർഗാത്മകത എന്നിവ ഊന്നി പറയുന്നതിന് പാഠ്യപദ്ധതി അവലോകനം ചെയ്യുകയും പരിഷ്കരിക്കുകയും ചെയ്യുക. കരിയർ ഗൈഡൻസും കൗൺസിലിംഗും നൽകുക. അറിവോടെയുള്ള തിരഞ്ഞെടുപ്പുകൾ നടത്താൻ വിദ്യാർത്ഥികളെ സഹായിക്കുന്നതിന് മികച്ച കരിയർ ഗൈഡൻസും കൗൺസിലിംഗും നൽകുക. കേരളം വിദ്യാഭ്യാസ രീതി. ഗുണമേന്മയുള്ള വിദ്യാഭ്യാസത്തോടുള്ള കേരളത്തിന്റെ പ്രതിബദ്ധത രാജ്യത്തെ ഇതര സംസ്ഥാനങ്ങൾക്ക് പ്രതീക്ഷയുടെ വെളിച്ചമായി മാറിയിരിക്കുന്നു. 93% സാക്ഷരതയുള്ള കേരളം അർപ്പണബോധവും കഠിനാധ്വാനവും കൊണ്ട് എന്തെല്ലാം നേടാനാകുമെന്നതിന്റെ ഉജ്ജ്വല മാതൃകയായി തലയുയർത്തി നിൽക്കുന്നു. സംസ്ഥാനത്തിന്റെ വിദ്യാഭ്യാസ നയം തുല്യ വിദ്യാഭ്യാസം, ഗുണനിലവാരം മെച്ചപ്പെടുത്തൽ, ഉൾക്കൊള്ളുന്ന വിദ്യാഭ്യാസം എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. എല്ലാ കുട്ടികൾക്കും ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം ലഭ്യമാണെന്ന് ഉറപ്പാക്കുന്നു. താങ്ക് യു.